ഫുട്ബോൾ ചരിത്രത്തിൽ ചില മത്സരങ്ങൾ വെറും ജയപരാജയങ്ങൾക്കപ്പുറം ചോര തിളയ്ക്കുന്ന പോരാട്ട വീര്യത്തിന്റെ ഇതിഹാസങ്ങളായി മാറാറുണ്ട്. വീണുപോയേക്കാവുന്ന വലിയ തകർച്ചകളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന എതിരാളികളെ ഞെട്ടിക്കുന്ന മെസ്സിയും സംഘവും രചിക്കുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു സുന്ദരകാവ്യമാണ്. ഈ ടീമിന് തോൽക്കാൻ മനസ്സില്ല. കളി അവസാനിക്കുന്നതുവരെ ഞങ്ങൾ പോരാടും. നായകൻ മെസ്സി ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു പറ്റം കളിക്കാരുടെ കൂട്ടമാണ് അർജന്റീന. തോൽവിയുടെ അരികിൽ നിന്നും വിസ്മയകരമായി തിരിച്ചടിച്ച് വിജയം പിടിച്ചെടുക്കുന്നവർ മാത്രമാണ് ആരാധകരുടെ ഹൃദയങ്ങളിൽ അനശ്വരമായി ജീവിക്കുന്നത്. ഈ ലോകകപ്പിൽ അർജന്റീന ഫുട്ബോൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത് തോൽക്കാൻ മനസ്സില്ലാത്ത ഇതേ പോരാട്ട വീര്യമാണ്. കളിയിൽ ആദ്യം ഗോൾ വഴങ്ങി പ്രതിസന്ധിയിലാകുമ്പോഴാണ് ഈ ടീമിലെ സിംഹവീര്യം ഉണരുന്നത്. ആ വീര്യത്തിന് തീ പകരാൻ സാക്ഷാൽ മെസ്സി മുന്നിൽ നിൽക്കുമ്പോൾ വീണുപോയേക്കാവുന്ന വലിയ തകർച്ചകളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നു വിജയിക്കുന്ന അർജന്റീനയെ കാലത്തിന്റെ ചരിത്രത്തിൽ എന്നും ഓർത്തുവെക്കപ്പെടും. ഇന്ന് സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും ഇതേ അർജന്റീനയാണ് കണ്ടത്. ആദ്യം ഗോൾ വഴങ്ങിയ അർജന്റീനയല്ല പിന്നീട് മൈതാനത്ത് നമ്മൾ കണ്ടത്. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു 11 പേരുടെ കൂട്ടമാണ് അവർ. മൈതാനത്ത് അവസാന വിസിൽ മുഴങ്ങുമ്പോൾ തോറ്റെന്ന് കരുതിയെടുത്തു നിന്നും ചോര തിളയ്ക്കുന്ന പോരാട്ട വീര്യത്തോടെ അവർ ഫൈനലിലേക്ക് വഴിവെട്ടിയിരിക്കുന്നു. അവരുടെ മിശിക അതിന് മുന്നിൽ നിന്ന് നയിച്ചിരിക്കുന്നു. സ്പെയിനിനെതിരെയുള്ള ഫൈനൽ പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും ജയിച്ചു കയറാൻ കെൽപ്പുള്ള ഈ മനോവീര്യം തന്നെയാണ് മെസ്സിയുടെയും സംഘത്തിന്റെയും ഏറ്റവും വലിയ ആയുധം. വെൽക്കം ഡെസ്ക് കൈരളി ന്യൂസ്.